സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതൊരു മോർണിംഗ് വ്ളോഗാണ്. നേരത്തെ എത്തി ചായ വെപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് പരിപാടി എന്നുള്ളത് നമുക്ക് കാണാം. വായോ. ഈ മനുഷ്യനെ എന്നും സെറ്റിയിലാണ് കിടന്നുറങ്ങണതെന്ന് നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ചിലപ്പോൾ ഞങ്ങളുടെ കൂടെ കിടന്നുറങ്ങും, എന്നിട്ട് പിന്നെ ഇവിടെ നേരെ വെളുത്തിട്ട് ഇവിടെ വന്ന് കിടന്നുറങ്ങുന്നതാണ്. കട്ടിലും തലോണയൊന്നും ഇല്ലാണ്ടും നല്ല ഇവിടെ വന്ന് കിടക്കണമെന്നുള്ളൂ അല്ലേ പപ്പ? വീഡിയോ കണ്ടിട്ട് ടീച്ചർ പറയാ, അപ്പുലി കുട്ടിയുടെ ടീച്ചർ പറയാ പപ്പയുടെ അടുത്ത് റൂമിൽ പോയി കിടക്കാൻ. കേട്ടാ, ഉറങ്ങുന്നല്ല, അഭിനയ സിംഹം. ഞങ്ങളുടെ വീട്ടിലുണ്ട് അഭിനയ സിംഹം. ഇഞ്ചിയും പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടാ. നേരത്തെ സവാള മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. രാവിലെ ആയിട്ട് കഴിഞ്ഞാൽ അടുക്കളയിൽ കയറണം എന്നാണല്ലോ കഥകളൊക്കെ. അപ്പോൾ അതുപോലത്തെ കഥകൾ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ. രാവിലെ എണീറ്റ് പല്ല് തേച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ചോറ് വെപ്പ്, കൂട്ടാൻ വെപ്പ്, അങ്ങനത്തെ പരിപ്പും ചക്കക്കുരുവാണ് ഇന്ന് കൂട്ടാന്. പിന്നെ കുത്തരി റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച അരി ഉണ്ടായിരുന്നു, അത് വേഗം കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ചക്കന്മാർക്കുള്ള സ്കൂളിലേക്ക് പോകാനുള്ള വെള്ളം, ചൂടുവെള്ളമാണ് കേട്ടോ, അതൊഴിച്ച് വെക്കുന്നുണ്ട്. പിന്നെ അവരാണ് കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. അത് പ്രത്യേകം പറയണ കാര്യമാണല്ലോ. പിന്നെ ഇതേ ചക്കന്മാർക്ക് പാല് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്, അത് കുടിച്ചിട്ട് വേണം സ്കൂളിൽ പോകാനായിട്ട്. അപ്പോൾ രാവിലെ കുറച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ചേട്ടൻ ജോലിക്ക് പോയി, അതുപോലെ പിള്ളേർ സ്കൂളിലേക്ക് പോയി. എല്ലാം കഴിഞ്ഞ് ഞാൻ ദേ ടെറസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അവിടെ ഞാൻ കുറച്ച് കലാപരിപാടികൾ നടത്തുന്നുണ്ട്. തക്കാളിയുടെ തൈയൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വെള്ളം ഒഴിക്കാനും അവരുടെ സൗന്ദര്യം നോക്കിയിരിക്കും. മൂപ്പര് ജോലിക്ക് പോണ മുപ്പാട് ഇരുമ്പാമ്പുളി മരത്തമ്മന്ന് കുറച്ച് ഇരുമ്പാമ്പുളിയൊക്കെ പൊട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ നന്നാക്കി തന്നു കേട്ടോ, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ വീഡിയോ കേൾക്കുമ്പോൾ ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ തലയ്ക്ക് വില ചേരവ് എടുത്തിട്ട് അടിക്കും. അപ്പോൾ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു, സത്യം തന്നെ പറയണു. എല്ലാം നന്നാക്കിയിട്ടില്ല, കുറച്ചൊക്കെ നന്നാക്കി, കുറച്ചൊക്കെ ഞാനും നന്നാക്കി. അങ്ങനെ ഞങ്ങൾ ഇരുമ്പാമ്പുളി അച്ചാറിടാനായിട്ട് തീരുമാനിച്ചു. ഉപ്പ് മാത്രം, ഉപ്പ് നല്ലോണം പരട്ടി ഞാൻ ടെറസിൻ്റെ മുകളിൽ വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഒരിക്കലും നിങ്ങൾ സ്റ്റീൽ പാത്രത്തിൽ കൊണ്ടുവന്ന് വയ്ക്കരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ. കാരണം സ്റ്റീൽ പാത്രത്തമ്മേ നിറച്ച് കറ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ വെക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. 2 ദിവസം വെയിലത്ത് വെച്ചതിന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്റ്റീൽ പാത്രത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാനായിട്ട്. വല്ല മുറ ഉണ്ടെങ്കിൽ മുറത്തിൽ പേപ്പർ ഇട്ടിട്ട് വെച്ചാൽ മതി. കണ്ട എൻ്റെ പാത്രത്തിൽ മൊത്തം അവിടെ ഇവിടെയൊക്കെ കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ദിവസം മുഴുവനും പിന്നെ പിറ്റേ ദിവസം പകുതിയും ആക്കി വെയിൽ കൊളിച്ചിട്ടാണ് ഇനി നമുക്ക് അച്ചാറിടാൻ പോവാം. എളുപ്പത്തിൽ തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഇനി വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ 2 മണി ഉലുവ ഇട്ട് കൊടുത്തു. തീ കുറച്ച് വെച്ചിട്ട് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അച്ചാർ പൊടി കരിയാണ്ട് നോക്കാട്ടാ, പെട്ടെന്ന് കരിയും. തീ കുറച്ച് വയ്ക്കുക. നമ്മൾ ഉണക്കി വെച്ചേക്കണ ഇരുമ്പാമ്പുളി ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. ഇതിൽ ഞാൻ ഉപ്പ് ഇടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ഉപ്പിട്ട് ഉണക്കി വെയിലത്ത് ഉണക്കി വെച്ചാണ് ഇരുമ്പാമ്പുളി ആകാൻ ഞാൻ ഉപ്പ് ഇടാത്തത് കേട്ടാ. ഇരുമ്പാമ്പുളി ഉണക്കിയതാണ്. ഞാൻ അതിൽ കുറച്ച് ചൊറുക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ.
ചോർക്ക് ഒഴിച്ചാൽ പിന്നെ കൂടുതൽ നേരം അടുപ്പത്ത് വെക്കണ്ട, അത് പിന്നെ നാശാവാൻ നിൽക്കും. പിന്നെ നമുക്ക് ഇതിൽ നല്ലെണ്ണ ഒഴിക്കണം കേട്ടോ. നല്ലെണ്ണ ഒഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ലേ, ഞാൻ മറന്നു പോയി. പിന്നെ ഞാനത് കുപ്പിലേക്കൊക്കെ ആക്കി ഭദ്രാക്കി എടുത്ത് വെച്ചു. പിന്നെ അധികം നാളത്തേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടി, കാരണം പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ അച്ചാറിന് ചിലവുണ്ട്. ആമിക്കാണെങ്കിൽ അച്ചാർ കൂടി ചോറിനാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.